ഹലോ ഗായ്സ്, രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞളിട്ടാണ് ആദ്യം കുടിക്കുന്നത്. ഇന്നപ്പോൾ എനിക്ക് 16 അവർ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈറ്റിംഗ് വിൻ്റെ തുടങ്ങുന്നത്. അതുകൊണ്ട് ഈറ്റിംഗ് വിൻ്റെ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു 9 മണിയായപ്പോഴത്തേക്ക് വെജിറ്റബിൾ ജ്യൂസായിട്ട് അത് കുടിക്കുക. അതുകൊണ്ട് കുമ്പളങ്ങ ജ്യൂസാണ് കുടിക്കുന്നത്. ഈറ്റിംഗ് വിൻ്റെ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഓവർനൈറ്റ്സ് ഒക്കെ നട്ട്സുമാണ് ആദ്യം കഴിക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കണത് ബദാം, 2 കശുവണ്ടി, 2 വാൾനട്ട്സ്, പിന്നെ 2 ഡേറ്റ്സും പിന്നെ 3 പഴം എടുത്തിട്ടുണ്ട്. ലഞ്ച് കഴിക്കുന്നത് ഉച്ചയ്ക്ക് 12:30ക്കാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് മീൽ ഓഫ് ദ ഡേ. അപ്പോൾ ലഞ്ച് അത്ര ഹെവി ആയിട്ടാണ് കഴിക്കുന്നത്. ചോറുണ്ട്, പിന്നെ കുറേ വെറൈറ്റി ഓഫ് കറികളുണ്ട്. 5 ടൈപ്പ് വെജിറ്റേറിയൻ ഓർഗാനിക് കറികളുണ്ട്. ചക്കക്കുരു മെഴുക്ക് പുരട്ടിയുണ്ട്, പിന്നെ ചക്ക പുഴുക്ക്, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. പിന്നെ ബ്രൊക്കോളി, ഇത് ബ്രൊക്കോളി കറിയാണ്. ബ്രൊക്കോളി കറി, പിന്നെ സാമ്പാർ, പിന്നെ ഒരു പുളുങ്കറി ഉണ്ട്. ചക്കക്കുരുവും പരിപ്പും ചക്കയുടെ മടലൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു പുളുങ്കറി. കൂടുതലും ചക്ക ഐറ്റംസ് ആണ്. പിന്നെ ബ്രൊക്കോളി സാമ്പാറും ഇതെല്ലാം കൂടി കൂട്ടിയാണ് കഴിക്കുന്നത്. എല്ലാം വെജിറ്റേറിയൻ ഓർഗാനിക് കറി, ഹെൽത്തി ആയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാം കൂടി കൂട്ടി കഴിക്കാനായിട്ട്. പിന്നെ ഒരു 4 മണിയൊക്കെ ഒരു മിഡ് ഡേ സ്നാക്കായിട്ട് കഴിക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സ്, സ്ട്രോബെറീസാണ്. വട്ടടയിൽ നിന്നുണ്ടെന്ന കുറച്ച് സ്ട്രോബെറീസാണ്. പിന്നെ ഡിന്നർ ഒരു 6:30ക്കാണ് കഴിക്കുന്നത്. അതിന് കുറച്ച് റവ ഉപ്പുമാവും, പിന്നെ ബീറ്റ്റൂട്ട് അതിൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ ഇട്ടേക്കുന്നത്, ബ്രൊക്കോളി, പിന്നെ 2 പഴവും കൂടി ഉണ്ട്. ഇതൊക്കെയാണ് ഡിന്നർ കഴിക്കുന്നത്. 7 മണിയായപ്പോഴത്തേക്ക് ഡിന്നർ കഴിച്ച് കഴിഞ്ഞ് ഈറ്റിംഗ് വിൻഡോ ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്.